ഇനിയിപ്പൊ എന്താ ഒരു വഴി? നേരിട്ട് സംസാരിക്കാന്ന് വെച്ചാ മീര പിടി തരുന്നില്ല. നിങ്ങൾ തമ്മിൽ സംസാരിക്കാൻ ഒരു ബ്രിഡ്ജ് ഉണ്ടായ ആളെ കാണാൻ തന്നെ കിട്ടുന്നില്ല. പിന്നെയാണ് ബ്രിഡ്ജ് ഉണ്ടാക്കി എന്റെ മുകളിൽ സംസാരിക്കണം. ഏടാ മണ്ട, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാല് രണ്ടുപേരെയും ബന്ധിപ്പിക്കാനുള്ള പാലമെന്നർത്ഥം. ഒന്ന് സംസാരിക്കാൻ പോലും മീര താല്പര്യം കാണിക്കാത്ത സ്ഥിതിക്ക് ഞാൻ വീണ്ടും ഇങ്ങനെ വേണ്ടടാ. എനിക്കൊരു ഐഡിയ തോന്നുന്നില്ല. നീ നേരെ ഹോസ്റ്റലിൽ ചെന്ന് മീരയായിട്ട് സംസാരിക്കി. അവിടെയൊന്നും മീര കൊഴിഞ്ഞു മാറാൻ പറ്റില്ല. അങ്ങോട്ട് ചെന്നാ മതി. ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ആ മൂസാക്ക 24 മണിക്കൂർ ഹോസ്റ്റലിൽ കാവല. മാത്രമല്ല, നമ്മൾ അവിടെ ചെല്ലുന്ന ശല്യമായിട്ട് തോന്നിയാൽ മീര അവിടുത്തെ താമസം മാറ്റാനും മതി. എന്തൊക്കെയായാലും ശരി, സംസാരിക്കാൻ പറ്റിയ സ്ഥലം ഹോസ്റ്റൽ തന്നെയാ. അതിനെങ്ങനെ കേറും? അവിടെ എങ്ങനെങ്കിലും കയറണം. കിട്ടാത്തവരായിരുന്നു അല്ല ഉണ്ട്. ഇല്ലല്ല നടത്തറ കനകം നാടകം കളിച്ച് നീ നിന്റെ ജീവിതം കളയരുത്. അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. മൂസാക്ക എന്താ ഇതുവരെ കല്യാണം കഴിക്കാത്തത്? നിന്നെ കല്യാണം കഴിക്കാൻ നിന്നെ ഇപ്പോഴല്ലേ കണ്ടത്. പെണ്ണുങ്ങൾ വന്ന് കരഞ്ഞു പറഞ്ഞ എന്റെ മനസ്സിലേ അതെന്റെ ഒരു വീക്ക്നെസ്സാ. ഏതായാലും എന്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പൊന്നപ്പനും കൂട്ടരും നിന്നെ ഇവിടെ കൊണ്ടുവന്നല്ലേ. വെറും കൈ ഇവിടെ നീ പോകണ്ട. ഞാനൊരു താലി പഠിച്ച് കയ്യിലോട്ട് തരാം. നിനക്കിവിടെ സുഖമായിട്ട് ജീവിക്കാം. റൂം നമ്പർ 24 കാലിയ. ഞാനിത് ഫസ്റ്റ് ടൈമാ. ഈ മൂസാക്കയുടെ ഒരു കാര്യം വെറുതെ കള്ളി. നീ കൊണ്ടുവന്ന നാടക നടിയല്ലേ കൂടുള്ളത്? ദൈവമേ, ഇയാൾ അവളെയും വളച്ചോ? ഇയാൾ ഇവിടെ നിന്ന് നമുക്ക് മീരയെ കാണാൻ പറ്റൂല. അതുകൊണ്ട് ഇയാൾക്കൊരു പണി കൊടുക്കണം. എടുക്കണം മൊബൈലിൽ. ഹലോ, മൂസാക്കട ബീവിയല്ലേ? 24 വേണ്ട, 25 മതി. ഡബിൾ ബെഡാ, അറ്റാച്ച്ഡ്. ചെയ്തിട്ടുണ്ടാവോ? അയ്യോ, വെറുതെ പറഞ്ഞേനെ. മുന്നോട്ടുള്ള ഓരോ ചുവടും സൂക്ഷിച്ചു വേണം. കുണുങ്ങി കുണുങ്ങിയാടുന്നു. കുണുങ്ങാൻ പറ്റൂല, എന്നെ നടുവിലങ്ങിരിക്കും. അവിടെയും വിലക്കിയ ഗുഡ് ഈവനിങ് മാഡം. ഇവരെന്താ ഈ സമയത്ത്? ആരാത്? രണ്ട് കന്യാസ്ത്രീകളാ. അവർക്ക് കല്യാണം ഇഷ്ടമല്ല. മൂസാക്ക ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഇപ്പോഴല്ലേ അകത്തേക്ക് പോയത്. ഇവരെപ്പ പുറത്തു പോയി? മൂസാക്ക എന്താ വീട്ടിൽ പോയില്ലേ? ഇതിനിത്തിരി പണിയണ്ടേ? നമ്മുടെ ബീവിമാരാ. രക്ഷപ്പെട്ടു. അവിടെ 2, ഇവിടെ 2. 1, 2, 3, 4. നമ്മള് 4 കെട്ടിയ. ഇപ്പൊ 5. മുകളിലോട്ട് പോ. ബാത്റൂമിലേക്ക് കയറി വിളിക്കാം. ഈ മുറിയായിരിക്കും. നിങ്ങളെന്താ ഈ സമയത്ത്? ഇന്ന് കൊറേ ജോലി ഉണ്ടായിരുന്നു. ഇപ്പോഴാ ഒന്ന് കുളിച്ചത്. എന്നും കുട്ടികൾ ഉറങ്ങിയിട്ട് ഒരു 10 മണിക്ക് ശേഷം ഉറങ്ങിയാ മതി കേട്ടാ. എന്നെയും കുഴമ്പ് തേച്ചാലേ കുളിച്ചത്. നല്ല മിന്നി മിന്നാതിരിക്കും. മൂസാക്കയും പറയാറുണ്ട്. ഈ ബീവിമാരുടെ ഒരു കാര്യം. ഈ ബീവിമാർക്ക് ഇന്നെന്താ ഇത്ര സ്നേഹം? ഈ മുറിയിൽ നോക്കാം. ഗുഡ് ഈവനിങ് മാഡം. കുട്ടി ഈ സമയത്ത് എവിടെ പോകുന്നു? നമ്പർ 2 പോവാ. നമ്പർ 2 പോകാൻ കുട്ടിയുടെ റൂം ടോയ്ലറ്റ് ഇല്ലേ? അതല്ല, നമ്പർ 2 എന്ന് പറഞ്ഞാൽ റൂം നമ്പറാ. എടാ, നമ്മളുടെ അവിടെ നിന്ന് നോക്കുമ്പോ ഈ ഭാഗത്താണ് മീരയുടെ മുറി. അപ്പൊ ഇത് തന്നെ ആയിരിക്കും. മീര കേട്ടില്ലട്ടാ. അതെങ്ങനെ മനസ്സിലായി? കണ്ട്. ഓ, വാ.
ദേ, രണ്ട് പഴച്ചുകൾ ഓടിപ്പോയി. ഇനി പള്ളിയിൽ കൊല്ലാക്കാരെ വിളിച്ച് താലി മേടിച്ച് കഴുത്തി കെട്ടി കട്ടിപ്പൂടി കട്ടിപ്പൂടി കണ്ണാള കണ്ടപാട്